കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെഖേന ടി വിയുടെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം നേരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകാ മറിയം ഇന്ന് ഈ ലോകത്തിൽ ചില പ്രത്യേക വ്യക്തികളെ തിരഞ്ഞെടുത്ത് ഈ ലോകത്തിൽ സ്വർഗം നൽകുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശങ്ങൾ ഈ കാലഘട്ടത്തിൽ പണ്ടത്തേക്കാൾ കൂടുതൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തികളെ പരിശുദ്ധ അമ്മ തിരഞ്ഞെടുത്ത് സ്വർഗത്തിൻ്റെ സന്ദേശം നൽകുവാൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതുപോലെ പരിശുദ്ധ കന്യകാമറിയം വ്യക്തിപരമായി തിരഞ്ഞെടുത്ത ചില വ്യക്തികളെ നേരിട്ട് കാണുകയും സംസാരിക്കുകയും പരിശുദ്ധ അമ്മ അവർക്ക് നൽകിയ ചില സന്ദേശങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം ഈ ലോകത്ത് നൽകുവാൻ ആഗ്രഹിക്കുന്ന ചില പ്രത്യേക ബോധ്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഈ ദിവസത്തെ ഈ എപ്പിസോഡിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ഏറെ അടുത്തെത്തിയിരിക്കുന്നു എന്ന ഒരു സന്ദേശമാണ് ഇന്ന് ഈ ലോകത്തിൽ പരിശുദ്ധ അമ്മ നൽകുവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് എന്ന് സംഭവിക്കുമെന്നോ ഏത് ദിവസം സംഭവിക്കുന്നോ ഒന്നും ആർക്കും അറിയില്ല എന്ന് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ചില അടയാളങ്ങൾ, അത് സംഭവിക്കുവാനിരിക്കുന്ന കാലത്തുണ്ടാകുന്ന സാധ്യതയുള്ള ചില വ്യക്തമായ അടയാളങ്ങളും വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നമ്മൾക്ക് സ്വർഗം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മ ഇന്ന് ചില വ്യക്തികളെ പ്രത്യേകമായി ഏറ്റെടുത്ത് നമുക്ക് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ആസന്നമായിരിക്കുന്നു എന്ന ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് നൽകുന്നത് ഇപ്രകാരമാണ്: നമ്മൾ ഭയപ്പെടുന്നതിന് വേണ്ടിയോ നമ്മൾ ദുഃഖിക്കുന്നതിന് വേണ്ടിയോ അസ്വസ്ഥരാകുന്നതിന് വേണ്ടിയോ അല്ല, മറിച്ച് വിശുദ്ധ ലിഖിതം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരുമെന്നും നമ്മളെയും ജീവിച്ചിരിക്കുന്നവരായ നമ്മളെയും മരിച്ചു പോയിരിക്കുന്നവരെയും വിധിക്കുന്നതിന് വേണ്ടി ഈ ലോകത്തുള്ള സർവ്വജനങ്ങളെയും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി ഈ ലോകത്തിൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ഒരു രണ്ടാമത്തെ വരവുണ്ട് എന്ന സത്യം വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ സത്യം ഏതാണ്ടൊക്കെ പൂർത്തീകരിക്കുവാൻ സമയമായി എന്ന് പരിശുദ്ധ അമ്മ ഈ ലോകത്തിന് വെളിപ്പെടുത്തി തരുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വെളിപാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുലിഖിതത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: അവൻ ഇതാ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു, സർവ മിഴികളും അവനെ കാണും. അവനെ കുത്തി മുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്നവരുമായ ഈ ഭൂമിയിലെ സർവ ഗോത്രങ്ങളും അവനെ ദർശിക്കുമെന്ന്. സഹോദരങ്ങളെ, ഈ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് യാഥാർത്ഥ്യമാണെന്നും അതിന്നല്ലെങ്കിൽ നാളെ സംഭവിക്കുമെന്നും, എന്നാൽ അവൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത് ഏതാനും ചില വ്യക്തികൾക്ക് വേണ്ടിയോ ക്രൈസ്തവർക്ക് വേണ്ടിയോ മാത്രമല്ല എന്നും വചനം പഠിപ്പിക്കുന്നു. ഭൂമിയിലെ സർവഗോത്രങ്ങളും അവനെ ദർശിക്കുമെന്ന്. ആയതിനാൽ സഹോദരങ്ങളെ, മറിയം
കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലൂടെയും മറിയം വ്യത്യസ്ത സ്ഥലങ്ങളിലൂടെയും നൽകുന്ന ഈ സന്ദേശങ്ങൾ ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഈ ലോകത്തുള്ള സർവ്വഗോത്രങ്ങൾക്കും വേണ്ടിയാ, ഈ ലോകത്തുള്ള സർവ്വജനങ്ങൾക്കും വേണ്ടിയാ. കാരണം ഈ ലോകത്തുള്ള സർവ്വജനങ്ങളും അവരേത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ഏത് ഗോത്രത്തിൽപ്പെടുന്നവരാണെങ്കിലും അവരെല്ലാം രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ദർശിക്കുമെന്ന് വിശുദ്ധ ലിഖിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ആയതിനാൽ സഹോദരങ്ങളെ, ഈ ലോകത്തെ മുഴുവനും യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കുവാൻ പരിശുദ്ധ കന്യകാമറിയം ലോകമെമ്പാടും ഇന്ന് ഓടി നടക്കുകയാണ്. അവൾ കാലത്തിൻ്റെ അടയാളമായി ഇന്ന് നിലകൊള്ളുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇപ്രകാരം ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരാം. ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായല്ലോ. അപ്പസ്തോലന്മാരുടെ കാലം മുതൽ ഇവൻ രണ്ടാമത്തെ വരവ് ആസന്നമായിരിക്കുന്നുവെന്നൊക്കെ പറയുന്നത് വിശുദ്ധ ലിഖിതം ഇവിടെയുമൊക്കെ കാണുന്നുമുണ്ട്. എന്നാൽ ഇതൊന്നും ഇത്ര നാളായിട്ട് സംഭവിച്ചിട്ടില്ലല്ലോ. ആയതിനാൽ ഇതൊന്നും സംഭവിക്കുവാൻ പോകുന്നില്ല എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ചില വളരെ സെക്കുലറായ ചിന്താഗതിയോടെ മുന്നോട്ട് പോകുന്ന അനേകർ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, പത്രോസ്ലീഹായുടെ രണ്ടാമത്തെ ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരമുള്ള ചിന്താഗതികളെക്കുറിച്ച് വിശുദ്ധ ലിഖിതം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഇത് മനസ്സിലാക്കണം. അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന നിന്ദകർ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും. അവർ ഇപ്രകാരം പറയും: അവൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള വാഗ്ദാനം എവിടെ? പിതാക്കന്മാർ നിദ്ര പ്രാപിച്ച അന്ന് മുതൽ ഇന്ന് വരെ സൃഷ്ടിയുടെ ആരംഭം മുതലുള്ള സകല കാര്യങ്ങളും അതുപോലെ തന്നെ നിലനിൽക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് അധമവികാരങ്ങൾക്ക് അടിമപ്പെടുന്ന നിന്ദകർ അവസാന കാലങ്ങളിൽ പ്രത്യക്ഷപ്പെടുമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതുതന്നെയാണ് നമ്മൾ ഈ കാലഘട്ടത്തിലും കേൾക്കുന്നത്. വിശ്വാസത്തെക്കുറിച്ചോ യേശുക്രിസ്തുവിനെക്കുറിച്ചോ സഭയെക്കുറിച്ചൊക്കെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ ഇതൊന്നും ഞങ്ങൾക്കുള്ള കാര്യങ്ങളല്ല, ഇതൊന്നും വരാൻ പോകുന്ന കാര്യങ്ങളല്ല, ഇതൊക്കെ ഒരുപക്ഷെ വ്യത്യസ്തമായ ചില സാഹചര്യങ്ങളിൽ കടന്നു പോകുന്ന ചില വ്യക്തികൾക്ക് മാത്രമുള്ള കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വക കാര്യങ്ങളിലേക്കോ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു അഗാധ തലങ്ങളിലേക്കോ കടന്നു വരുവാൻ മാറി നിൽക്കുന്ന അനേകം സഹോദരങ്ങളെ ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അവർക്കുള്ള ഒരു ഉത്തരവും വിശുദ്ധ ലിഖിതം തന്നെ നൽകുന്നുണ്ട്. പത്രോസ്ലീഹായുടെ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ തന്നെ ഇപ്രകാരം ചിന്തിക്കുന്ന വ്യക്തികൾക്കുള്ള വ്യക്തിപരമായ സ്വർഗത്തിൻ്റെ സന്ദേശവും നമ്മൾ കാണുന്നുണ്ട്. ആരും നശിച്ചു പോകാതെ അനുതപിച്ച് രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് അവിടുന്ന് ദീർഘക്ഷമയോടെ നിങ്ങളുടെ ഒരു തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്രകാരം ഒരു തിരിച്ചുവരവിന് ദൈവത്തിൻ്റെ ദീർഘക്ഷമയിൽ അല്പനാളുകൾ കൂടി അവിടുന്ന് തന്നിരിക്കുകയാണ് എന്ന് വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതിനാൽ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഓരോ വെളിപ്പെടുത്തലുകളും ഓരോ സന്ദേശങ്ങളും ഇവിടെയാണ് നമ്മളെ കൊണ്ടെത്തിക്കുക. കർത്താവിൻ്റെ ആസന്നമായിരിക്കുന്ന രണ്ടാമത്തെ വരവിന് വേണ്ടി എത്രയും പെട്ടെന്ന് ഒരുങ്ങുക എന്നുള്ള ഈ വളരെ ഗൗരവമായ സന്ദേശമാണ് പരിശുദ്ധ അമ്മ ഇന്ന് ലോകത്തിന് നൽകുക. രണ്ടാമതായി സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ഈ കാലഘട്ടത്തിൽ നൽകുന്ന മറ്റൊരു സന്ദേശമാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുൻപ് ഏറെ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുമെന്ന്, ഏറെ കഷ്ടതകൾ ഈ ഭൂമിയിൽ ഉണ്ടാകും എന്നുള്ള സന്ദേശം. സഹോദരങ്ങളെ, മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ 24-ാം അധ്യായത്തിൽ ഇപ്രകാരം ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്: അനേകർ നിങ്ങളെ പീഡിപ്പിക്കുകയും
നിങ്ങളെ വധിക്കുകയും ചെയ്യും. എൻ്റെ നാമം മൂലം സർവരാലും നിങ്ങൾ ദ്വേഷിക്കപ്പെടും. ഈ കാലഘട്ടത്തിലും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. യേശുക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുന്നവനെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യം ഈ കാലഘട്ടത്തിലുണ്ട്. യേശുക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തികളെ താറടിക്കുന്ന സാഹചര്യം ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നാൽ വചനം നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. ഏത് സഹനമുണ്ടായാലും, ഏത് വ്യക്തികളിൽ നിന്നോ, ഏത് സാഹചര്യങ്ങളിൽ നിന്നോ, ഏത് തലങ്ങളിൽ നിന്ന് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ വചനം പഠിപ്പിക്കുകയാ. പ്രഭാഷക പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള തിരുലിഖിതങ്ങൾ, വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ സഹനത്തിൻ്റെ ചുളിയിൽ കർത്താവിന് സ്വീകാര്യരായവർ ശുദ്ധീകരിക്കപ്പെടുമെന്ന്. സഹോദരങ്ങളെ, കർത്താവിൻ്റെ 2-ാമത്തെ വരവിന് മുമ്പ് വരാനിരിക്കുന്ന കഷ്ടതകളെല്ലാം വിശുദ്ധീകരണത്തിൻ്റെയും ഒരു നവീകരണത്തിൻ്റെയും അവസരമായി സ്വർഗം നമുക്ക് നൽകുകയാണ്. ആയതിനാൽ എന്തു സംഭവിച്ചാലും വചനം പഠിപ്പിക്കുന്നു, വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ വിശ്വാസം ഉപേക്ഷിക്കരുത്. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുമ്പോഴാ അതിൻ്റെ മാറ്റുകൂടുക, അത് വെട്ടിത്തിളങ്ങുക. അതുപോലെ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ സഹനത്തിൻ്റെ ചുളയിലാണ് കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ ശുദ്ധീകരിക്കപ്പെടുക എന്ന്. ഈ ഒരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ശേഷം അവനിൽ കളങ്കമില്ല, അവനിൽ പാപമില്ല. അവൻ വിശുദ്ധീകരിക്കപ്പെട്ട് കർത്താവിനെ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്നവനായി, ഒരുങ്ങിയിരിക്കുന്നവളായി സ്വർഗ്ഗത്തിൽ നമ്മളെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈ പ്രകാരമുള്ള കഷ്ടതകളെ വിശുദ്ധീകരണത്തിൻ്റെ കാലമായി ഉപയോഗിക്കണം, സ്വീകരിക്കണമെന്ന് പഠിപ്പിക്കുക. പ്രിയമുള്ളവരെ, എപ്രകാരമുള്ള കഷ്ടതകളാണ് കടന്നു വരുവാൻ ഒരുപക്ഷെ സാധ്യതയുള്ളത്? അത് ദുരിതങ്ങളാകാം, യുദ്ധങ്ങളാകാം, പ്രിയപ്പെട്ടവരുടെ മരണങ്ങളാകാം. വ്യത്യസ്ത രീതിയിലുള്ള കഷ്ടതകൾ ഈ ലോകത്ത് ഓരോ വ്യക്തികൾക്കും അനുഭവിക്കേണ്ടി വരുവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ വചനം നമ്മളെ ശക്തിപ്പെടുത്തണം. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവെടിയരുത്. കാരണം ഈ സഹനങ്ങളുണ്ടാകുമ്പോൾ മനസ്സിലാക്കുക, ഞാൻ, നീ, നിങ്ങൾ ദൈവത്തിന് സ്വീകാര്യരായ മക്കളാണ് എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയെ സഹായിക്കുവാനും സ്വർഗത്തിൻ്റെ ഈ ദൂത് ലോകമെങ്ങും എത്തിക്കുവാനും ലോകമെങ്ങുമുള്ള മക്കളെ കർത്താവിൻ്റെ 2-ാമത്തെ വരവിന് വേണ്ടി ഒരുക്കുവാനും ഒരു പ്രത്യേക ഗണത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അമ്മയുടെ സന്ദേശങ്ങൾ ഇപ്രകാരം: അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴും, അമ്മ മെജ്ജുഗരിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴും, അമ്മയുടെ വ്യത്യസ്തമായ വ്യക്തിപരമായ പ്രത്യക്ഷപ്പെടലുകളിലുമൊക്കെ അമ്മ പറയുന്നൊരു സന്ദേശമുണ്ട്. മക്കളെ, നിങ്ങൾ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന്. കാരണം പൗരോഹിത്യം എന്നുള്ളത് സ്വർഗത്തിൻ്റെ വലിയൊരു ദാനമാണെന്നും നിത്യപുരോഹിതനായ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ ആകുന്നവരാണ് വൈദികരെന്നും, ഈ വൈദികരുടെ ജീവിതത്തിൽ സ്വർഗത്തിന് വലിയൊരു ഇടപെടലുണ്ട് എന്നും, വൈദികരെക്കുറിച്ച് സ്വർഗത്തിന് വലിയ ഒരു ലക്ഷ്യമുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പൗരോഹിത്യത്തിൻ്റെ ഗൗരവം ഇന്ന് ഒരുപക്ഷെ പുരോഹിതനായ എനിക്കോ ഒരുപക്ഷെ നിങ്ങൾക്കോ മനസ്സിലായെന്നിരിക്കില്ല. എന്നാൽ പരിശുദ്ധ കന്യകാമറിയം ഓരോ പുരോഹിതനെയും അവൻ സ്വീകരിച്ചിരിക്കുന്ന പൗരോഹിത്യത്തെയും വളരെ ഗൗരവമായി എടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ വൈദികരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ സന്ദേശം നൽകുമ്പോൾ അമ്മ അവരെ അഭിസംബോധന ചെയ്യുന്നത് ഇപ്രകാരമാ: എൻ്റെ പ്രിയപ്പെട്ട മക്കളെ എന്ന്. അമ്മ പുരോഹിതരുടെ അമ്മയാ, പൗരോഹിത്യത്തിൻ്റെ അമ്മയാ. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നെ ശ്രമിക്കുന്ന സഹോദര വൈദികരെ, ഈ കാലഘട്ടം വൈദികരുടെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ
കരങ്ങളിലെ ഉപകരണങ്ങളായി മാറി. ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിൻ്റെ ആഗ്രഹം ഈ കാലഘട്ടത്തിൽ പൂർത്തീകരിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന സത്യം നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുകയാണ്. ഓരോ വൈദികനെക്കുറിച്ച് സ്വർഗത്തിനൊരാഗ്രഹമുണ്ട്. പരിശുദ്ധ അമ്മ ഓരോ വൈദികനും നൽകുന്ന വ്യക്തിപരമായ സന്ദേശങ്ങളുണ്ട്. ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന ഒരു പുസ്തകത്തിൽ സ്വർഗത്തിൽ വൈദികരെക്കുറിച്ചുള്ള ലക്ഷ്യവും ദൈവപിതാവിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും വൈദികരെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളും വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഓരോ പുരോഹിതനും വായിക്കേണ്ട ഒരു പുസ്തകമാണത്. സ്റ്റെഫാന ഗോപി എന്ന് പറയുന്ന അച്ഛന് ഫാത്തിമ മാതാവിൻ്റെ പ്രത്യേകമായ പ്രത്യക്ഷപ്പെടലുകളിലൂടെ ലഭിച്ച സന്ദേശങ്ങളാണ് അതിൽ ക്രമീകരിച്ചിരിക്കുക. ഈ ലോകത്ത് പുരോഹിതരായി ജീവിക്കുന്ന ഓരോ വൈദികനും വേണ്ടി സ്വർഗം നൽകിയിരിക്കുന്ന വ്യക്തിപരമായ സന്ദേശങ്ങളാണ്. കാരണം അതിൽ രേഖപ്പെടുത്തുക സ്വർഗത്തിൽ നിന്ന് ലഭിച്ച ഈ പൗരോഹിത്യത്തിൻ്റെ ഗൗരവം എന്താണെന്നും ഈ പൗരോഹിത്യം എന്തിനു വേണ്ടി നൽകപ്പെട്ടുവെന്നും ഈ പൗരോഹിത്യത്തിലൂടെ ഈ ലോകത്തിലെ മക്കളെ എപ്രകാരം സ്വർഗത്തിന് വേണ്ടി ഒരുക്കണമെന്നും പരിശുദ്ധ അമ്മ വ്യക്തമായ സന്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് മാമോദീസ നൽകിയേ നിങ്ങളെ വിശ്വാസത്തിലേക്ക് സ്വീകരിച്ച വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൂദാശകൾ നൽകി ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തിക്കുന്ന വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇടവ വികാരിമാർക്ക് വേണ്ടിയും സന്യാസ ജീവൻ നയിക്കുന്ന വൈദികർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അത് സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദര വൈദികരെ, സ്വർഗം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളും കൂടി ഈ പരാമർശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, വൈദികർ ക്ഷമാശീലരായിരിക്കണം. പരിശുദ്ധ അമ്മയുടെ സന്ദേശമാണ്. വൈദികർ ക്ഷമാശീലരായിരിക്കണം. അവർ സ്വർഗത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് വേണ്ടി കാതോർക്കുന്നവരായിരിക്കണമെന്ന്. ഒരു ഗ്രൂപ്പിന് വേണ്ടി നമ്മൾ പ്രസംഗം ഒരുങ്ങുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു സമൂഹത്തിന് വേണ്ടി നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ, ആ സമൂഹത്തിന് ആവശ്യമുള്ള എന്ത് സന്ദേശം സ്വർഗം നൽകണമെന്ന് വിശുദ്ധ കുർബാനയുടെ മുൻപിൽ ആലോചന ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നൽകും. അതാണ് പങ്കുവയ്ക്കേണ്ടത് എന്ന് പരിശുദ്ധ അമ്മ സന്ദേശം നൽകിയ. അല്ല പുസ്തകങ്ങളിൽ നിന്ന് എടുക്കുന്നതല്ല, മറ്റു ചില വ്യക്തികളിൽ നിന്ന് ശ്രവിക്കുന്നതല്ല, സ്വർഗത്തിൽ നിന്ന് സദൈവത്തിൻ്റെ വാഗ്ദാനം സ്വീകരിച്ച് ജനത്തിന് നൽകുക എന്ന് പരിശുദ്ധ അമ്മ ഈ ലോകത്ത് പ്രത്യക്ഷപ്പെട്ട് വൈദികരോട് സംസാരിക്കുന്നു. വീണ്ടും പരിശുദ്ധ അമ്മ വൈദികരെ ക്ഷണിക്കുന്നത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനാണ്. എൻ്റെ മക്കൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കട്ടെ എന്ന് അമ്മ സന്ദേശം നൽകുകയാണ്. ഓരോ വൈദികൻ്റെയും ആയുധം പരിശുദ്ധ ജപമാല. പൗരോഹിത്യ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥം പൂർത്തിയാക്കി മുന്നോട്ട് പോകുവാൻ ഒരു വൈദികന് സാധിക്കണമെങ്കിൽ ജപമാലയിൽ കോർത്തെടുത്ത ഒരു പൗരോഹിത്യ ജീവിതമായിരിക്കണം അവൻ്റെ ജീവിതമെന്ന് പരിശുദ്ധയമ്മ നൽകുകയാണ്. അടുത്തതായി പരിശുദ്ധയമ്മ വൈദികരോട് പറയുക, എൻ്റെ മക്കളെ നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന്. നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. ഈ ലോകത്ത് മറ്റുള്ളവരെക്കാൾ ഉപരിയായി ത്യാഗങ്ങൾ, സഹനങ്ങൾ ഏറ്റെടുത്ത് ഈ ലോക ജനതയെ സ്വർഗത്തിന് വേണ്ടി ഒരുക്കുവാൻ ഓരോ വൈദികനും ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുകയും ചെയ്യുവാൻ പരിശുദ്ധയമ്മ ക്ഷണിക്കുകയാണ്. ഇനി ഒരു പ്രത്യേകമായ പ്രാർത്ഥന പരിശുദ്ധയമ്മ വൈദികർക്ക് നൽകിയിട്ടുണ്ട്. ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ മുൻപിൽ, യഥാർത്ഥമായ സാന്നിധ്യത്തിൻ്റെ മുൻപിൽ 1 മണിക്കൂറെങ്കിലും വൈദികൻ ചിലവഴിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണമെന്ന് സ്വർഗത്തിൻ്റെ ആഗ്രഹമാണെന്ന് പരിശുദ്ധയമ്മ നമുക്ക് സന്ദേശം നൽകുകയാണ്. ഓരോ വൈദികൻ്റെയും ജീവിതം ക്രമപ്പെടുത്തുന്നത് ഓരോ ദിവസവും ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലായിരിക്കണമെന്ന് പരിശുദ്ധയമ്മ സന്ദേശങ്ങൾ നൽകുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, വീണ്ടും പരിശുദ്ധയമ്മ പറയുകയാണ്,
ഓരോ ഇടവകകളിലും ജപമാല സെനക്കിൾസ് ആരംഭിക്കണമെന്ന്. ഫാത്തിമയിലെ സന്ദേശമാത്. വൈദികൻ ജനങ്ങളോട് കൂടെയിരുന്ന് ജപമാല സെനക്കിൾസ്, അതിന് പ്രത്യേകമായ രീതി സ്റ്റെഫാനോ ഗോപിയുടെ പുസ്തകത്തിൽ ക്രമീകരിച്ച് ദൈവം നൽകിയിട്ടുണ്ട്. എപ്രകാരമാണ് ഓരോ സെനക്കിൾസും ഓരോ ഇടവകകളിൽ ജപമാല സെനക്കിൾസ് ആരംഭിക്കേണ്ടത് എന്ന്. അത് ഓരോ ഇടവക വൈദികൻ്റെയും ഉത്തരവാദിത്വമാണ് എന്ന് പരിശുദ്ധയമ്മ വെളിപ്പെടുത്തുകയാണ്. ഓരോ സെനക്കിൾസിലൂടെ ആ ഇടവകയിൽ, ആ ദേശത്ത് സ്വർഗത്തിന് വലിയ ഇടപെടലുകൾ നടത്തുവാനുണ്ട് എന്നും, ഓരോ സെനക്കിൾസും ജപമാല സെനക്കിൾസും ഓരോ ഇടവകയിൽ ആരംഭിച്ചു വേണം ഈ കാലഘട്ടത്തിൽ തിന്മയെ തകർത്ത് സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങുവാനെന്ന് പരിശുദ്ധയമ്മ ഓരോ വൈദികനോടും ആവശ്യപ്പെടുകയാണ്. പരിശുദ്ധയമ്മയുടെ അടുത്ത സന്ദേശം, വൈദികർ കുടുംബങ്ങൾ സന്ദർശിക്കണം. ഓരോ ഇടവകയിലുമുള്ള കുടുംബങ്ങൾ വ്യക്തിപരമായി വൈദികർ സന്ദർശിക്കുകയും വിശ്വാസം ഉപേക്ഷിച്ചു പോയവരും യേശുക്രിസ്തുവിനെ മറന്നുപോയവരുമായ മക്കളുടെ പുറകെ അന്വേഷിച്ചു ചെല്ലുകയും ചെയ്യണമെന്ന് പരിശുദ്ധയമ്മ ആവശ്യപ്പെടുകയാണ്. വീണ്ടും പരിശുദ്ധയമ്മ ഈ കാലഘട്ടത്തിൽ നൽകിയ സന്ദേശപ്രകാരമാ, വൈദികരായ എൻ്റെ മക്കളെ, നിങ്ങൾ രോഗീലേപനം നൽകുന്നതിൽ തീഷ്ണതയുള്ളവരായിരിക്കുക എന്ന്. ഇന്ന് രോഗീലേപനത്തിലൂടെ അവസാന നിമിഷത്തിൽ ഒരു വ്യക്തിയുടെ ഒരാത്മാവിൻ്റെ അവസാന നിമിഷത്തിൽ സ്വർഗത്തിന് വേണ്ടി അവനെ സ്വീകരിക്കുവാൻ സ്വർഗം ക്രമീകരിച്ചിരിക്കുന്ന കൂദാശിയാണ് രോഗീലേപനം. ഓരോ വൈദികനും തീഷ്ണതയോടുകൂടി ഓടി നടന്ന് ഈ രോഗീലേപനം ഓരോ വ്യക്തികൾക്കും നൽകി, അതിനർഹിക്കുന്ന വ്യക്തികൾക്ക്, അതിന് സമയമായ വ്യക്തികൾക്ക് നൽകി അവരെ സ്വർഗത്തിന് വേണ്ടി ഒരുക്കണം. അതിനുവേണ്ടി ഏത് രാത്രിയിലും ഓരോ വൈദികൻ തയ്യാറായിരിക്കണമെന്ന് പരിശുദ്ധയമ്മ സന്ദേശങ്ങൾ നൽകുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ എന്തെങ്കിലും ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങിച്ചൊരുങ്ങണമെന്ന് പരിശുദ്ധയമ്മ എനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്രകാരം ഒരു ദിവസം, ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പിതാവ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു: ദൈവമേ, ഈ മകൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവനായിരിക്കേണ്ട അവസ്ഥയിലേക്ക് നീ ഇവനെ നയിക്കണമേ എന്ന്. ഇതാണ് ഈ ഓരോ വൈദികർക്കും വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ, ഈ വൈദികൻ, അല്ലെങ്കിൽ എൻ്റെ ഇടവക വികാരി, അല്ലെങ്കിൽ എന്നെ ശുശ്രൂഷിക്കുന്ന ഈ വൈദികൻ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കുടുംബത്തിലുള്ള ഈ വൈദികൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഏതവസ്ഥയിലായിരിക്കുവാനാണോ സ്വർഗം ആഗ്രഹിക്കുന്നത് ആ അവസ്ഥയിലേക്ക് നയിക്കണമേ എന്ന് ഓരോ വൈദികരും മനസ്സിലാക്കേണ്ട ഒരു സത്യം കൂടിയുണ്ട്. അതാണ് 1 പത്രോസിലിൻ്റെ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുലിഖിതത്തിൽ ദൈവം നമുക്ക് വ്യക്തമാക്കി തരിക. പിശാച്, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ഓടി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകം മുഴുവനിലുമുള്ള നിങ്ങളുടെ സഹോദരിൽ നിന്നും ഇതേ സഹനങ്ങൾ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിനെന്ന് പരിശുദ്ധയമ്മ ഈ കാലഘട്ടം നൽകിയ സന്ദേശമാണ്. വൈദികർ ജാഗരൂകരായിരിക്കണം. കാരണം ഓരോ വൈദികനെയും വീഴിക്കുവാൻ പിശാച് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്ന സന്ദേശം പരിശുദ്ധയമ്മയുടെ വിമല ഹൃദയത്തിന് ഓരോ വൈദികനും പ്രതിഷ്ഠിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകണം നമ്മെ ആഗ്രഹിക്കുകയാണ്. ഇനിയും വിമല ഹൃദയ പ്രതിഷ്ഠ നടത്താത്ത വൈദികരെക്കുറിച്ച് അമ്മ ഇപ്രകാരം പഠിപ്പിക്കുന്നു. വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിലൂടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അമ്മ ദൈവം നൽകിയ സന്ദേശമാ, വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഓരോ വൈദികനും പൗരോഹിത്യ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്ന്. വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് 33 ദിവസത്തെ ഒരു തയ്യാറെടുപ്പോടുകൂടി ഓരോരുത്തരും പരിശുദ്ധ കന്യകാമൃതത്തിന് എപ്രകാരം പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞു തന്നിരിക്കുന്ന ആ പ്രതിഷ്ഠ ഏറ്റെടുത്തുകൊണ്ട് ഓരോ വൈദികനും തങ്ങളെ തന്നെ, തങ്ങളുടെ പൗരോഹിത്യത്തെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു കഴിയുമ്പോൾ പിന്നെ സാത്താൻ അവനെ സ്പർശിക്കുവാൻ സാധിക്കില്ല എന്നും സ്വർഗം ഈ പുരോഹിതനിൽ നിന്ന് എന്താഗ്രഹിക്കുന്നുവോ അത് പരിശുദ്ധയമ്മയുടെ പ്രത്യേകമായ സഹായത്താൽ ആ പുരോഹിതനിലൂടെ ഈ ലോകത്ത് നിറവേറപ്പെടുമെന്നും പരിശുദ്ധയമ്മ ഈ കാലഘട്ടത്തിൽ സന്ദേശം നൽകുകയാണ്. ആയതിനാൽ സഹോദരങ്ങളെ, കാലത്തിൻ്റെ അടയാളമായ പരിശുദ്ധയമ്മ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർ നൽകുന്ന ഈ സന്ദേശങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധയമ്മ
പൗരോഹിത്യത്തെ എത്ര ഗൗരവമായി കാണുന്നോ അതേ ഗൗരവത്തിൽ തന്നെ പുരോഹിതരെയും പൗരോഹിത്യത്തെയും കണ്ടുകൊണ്ട് പൗരോഹിത്യത്തിന് വേണ്ടി പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ പുരോഹിതനും തങ്ങളുടെ പൗരോഹിത്യത്തെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് നയിക്കപ്പെടുന്നതിനുള്ള ഒരു അഭിഷേകം, സ്വർഗീയ ഇടപെടൽ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ വൈദികനും വേണ്ടി പ്രാർത്ഥിക്കാം, മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മെത്രാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗമെന്താണോ ഇവരിലൂടെ ഞങ്ങളിലൂടെ ഈ ലോകത്ത് ഇടപെടാൻ ആഗ്രഹിക്കുന്നത്, നടത്തുവാൻ ആഗ്രഹിക്കുന്നത്, അതതിൻ്റെ പൂർണ്ണതയിൽ നിറവേറപ്പെടുന്നതിന് വേണ്ടി ഓരോരുത്തരും പ്രാർത്ഥിക്കണമേ എന്ന് പ്രത്യേകമായി നിങ്ങളോട് അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. ഒരു നിമിഷം നമ്മൾ ഈ ഓരോരുത്തരെയും, ലോകമെമ്പാടുമുള്ള പുരോഹിതരെയും മാർപ്പാപ്പയെയും മെത്രാന്മാരെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, മാതാവേ, ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സംരക്ഷണവും സാന്നിധ്യവും നിങ്ങൾ ഓരോരുത്തരുടെയൊപ്പം, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരോടുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിനോടും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയോടും ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. ആവേ മരിയ.